guys, welcome back to Beat-Up. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് എന്താ? ബ്ലൈൻഡ് ഡെഫ് മ്യൂട്ട് ചാലഞ്ച്. മറന്നു ഞാൻ ബ്ലൈൻഡ് ഡെഫ് മ്യൂട്ട് ചാലഞ്ച് ആണ് guys. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൻഡ് അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ജക്ട് പറഞ്ഞത് നിനക്കറിയത്തില്ലേ? എനിക്കറിയാം പക്ഷെ ഗൈസ് ഇതെന്ന് പറയുന്നത് ഓ, എന്റെ പൊന്നേ. ബ്ലൈൻഡ്, അതായത് നമുക്കൊരു ബ്ലൈൻഡ് ഫോൾഡ് ഒരു കണ്ണാടിയുടെ കുറവുള്ളൂ. കണ്ണ് കെട്ടണതായിരിക്കും. ബാക്കി ഗോയില്ല. ബാക്കി പറ. ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഒരാൾ ബ്ലൈൻഡ് ആയിരിക്കും, ഒരാൾ മ്യൂട്ടഡ് ആയിരിക്കും, ആ പൊത്തിട്ടുണ്ടാവും. ഒരാൾക്ക് കണ്ണ് കാണാനും പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റില്ല. ഒരാൾ ബ്ലൈൻഡ് ആണ്, പിന്നെ ഒരാൾ കണ്ണ് സംസാരിക്കാൻ പറ്റത്തില്ല. ഒരാൾ ബ്ലൈൻഡ് ആയിരിക്കും, ഒരാൾക്ക് ചെവി വെക്കത്തില്ല, ഒരാൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതിനകത്ത് സംസാരിക്കാൻ പറ്റാത്ത ഒരാളെ ഒരു ഫോട്ടോ ക്രൂ കാണിച്ചു കൊടുക്കും. അയാള് ചെവി കേൾക്കാത്ത ആളിനെ അത് മനസ്സിലാക്കി കൊടുക്കണം. സംസാരിക്കാൻ പറ്റാത്ത ആള് ചെവി കേൾക്കാൻ പറ്റാത്ത ആളിന് മനസ്സിലാക്കി കൊടുക്കണം ആ പിക്ചർ എന്താന്നുള്ളത്. അപ്പൊ കാണാൻ പറ്റാത്തവനോ? അപ്പൊ കാണാൻ പറ്റാത്ത ആളെ അതോടെ വരച്ച് കാണിക്കണം. ഇതൊരു പ്ലെയർ വിഎസ് ക്രൂ സിറ്റുവേഷൻ. അതായത് നമ്മൾ 3 പേരും ഇവിടെ ഒരു ടീം, നമ്മൾ 3 പേരും ടീമാണ് ഗൈസ്. ക്രൂ ആണ് അവിടെ ഓപ്പോസിറ്റ് കളിക്കുന്നത്. ക്രൂ നമ്മളെ ഓരോരോ റൗണ്ടിലും 1000 rupees പ്രൈസ് ഉണ്ടാവും. ഇനിയും വേറെ കാര്യമില്ല, ക്രൂ കളിക്കുന്നത് 1000 ഡിവൈഡ് ബൈ 3 333.3. നിങ്ങൾക്ക് 333 വരും, നിങ്ങൾക്ക് 333, എനിക്ക് 334. ശരി, അപ്പൊ നീ നമുക്ക് 334 ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വി ആർ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ എല്ലാം എവിടെ ചെയ്തിട്ടേക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പൊ എന്തായാലും ഫസ്റ്റ് പിക്ചർ ക്രൂ കാണിക്കാൻ പോവാണ്. എനിക്ക് ചെവി കേൾക്കത്തില്ല, ഇയാൾക്ക് കണ്ണാണത്തില്ല, ഇയാൾക്ക് ശരീരം പറ്റത്തില്ല. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. വള്ളം, 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 ജയ്, ഡാൻസ്, വള്ളമാണോ? വള്ളം, വലിയ വള്ളം, ചുണ്ടൻ വള്ളം, കുട്ടനാട കായലിലെ കൊച്ചു വെള്ളം തുഴയുമ്പോ വള്ളംകളി, 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 വള്ളംകളി. അവിടെ ഇവിടെ വള്ളംകളിയാ. വള്ളംകളി, വള്ളംകളി. ആ ബ്രോ, അത് കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ട്. ആ ഓ അല്ല, ഞാൻ വള്ളം വായിക്കേ. തെറ്റി 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 വള്ളം തെറ്റി. ആ പോട്ടെ. ഇത് തിരിച്ച് ഇങ്ങോട്ട് വരെ. ആ പയ്യെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക്. നേരെ താഴേക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് വരച്ചാൽ പറഞ്ഞോ. അവിടെ നോക്കി, ഇനി അവിടെ വിടോ. ഞാനും അങ്ങോട്ട് വരണ്ടേ, ഒട്ടിടിച്ചു ഞാൻ. ഇനി കുറച്ച് റൈറ്റിലേക്ക്. ഒന്നുകൂടെ മുകളിൽ കുറച്ച് ലെഫ്റ്റ് ചൂടെ പൊക്കത്ത്. അത്ര പോട്ടെ, റൈറ്റ്. അവിടുന്ന് നേരെ താഴേക്ക് വരാം. ഞാൻ വള്ളത്തിന്റെ തൊഴിലാ പറഞ്ഞു തന്നത്. സമയം കഴിയാറേ, വായിക്കണ്ട, പെട്ടെന്ന് സമയം കഴിയാറേ. എടോ, ഇയാളോട് പറഞ്ഞ് ഞാനാ പറയണ്ടേ ഇയാളോട്. മറിക്ക് താഴേക്ക്. തെറ്റ്. ഇനി അവിടെ കിട്ടോ, അവിടെ നേരെ താഴേക്ക്. ഇനി റൈറ്റിൽ നിന്ന് ഒന്നുകൂടെ താഴേക്ക്. ഒന്നുകൂടെ ഒരെണ്ണം കൂടെ. മതി. കഴിഞ്ഞ എന്താ വളരെന്താ കുഴപ്പം? ഇത് നൈക്കിന് സിമ്പിള്. പിന്നെ ചുണ്ടമ്പള നമ്മൾ കറക്റ്റ് ആയിട്ട് വരച്ചേക്കാം. അത് നിങ്ങളുടെ കഴിപോലെ ഇരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അയ്യോ, ഇതിപ്പോൾ അങ്ങനെ ചുണ്ടമ്പളം വരയ്ക്കുന്നത് നമ്മളോട് ടീമാണ്. ഞാൻ ബ്രോയ്ക്ക് എത്ര പ്രാവശ്യം കാണിച്ചു തന്നു. പൊന്നല്ലേ, ഞാൻ ശരിയാണല്ലോ. ബ്രോ, എന്താണ് ഇതിന്റെ തീരുമാനം? എന്താണ്? മാർക്കേ ഇല്ല.
ഇതൊക്കെ വരയ്ക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ കാണാതെ വരയ്ക്കണല്ലേ? പക്ഷേ ഇത് കണ്ടിട്ടാണ് എനിക്ക് വരയ്ക്കാൻ പറ്റൂല. കാണാതെ കണ്ടിട്ട് വരയ്ക്കാൻ വള്ളത്തിൽ ആൾക്കാരില്ല, പിന്നെ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോവും. അത് ഞാൻ സൂര്യൻ എന്നൊക്കെ പറയണേ. ഞാൻ കടല് പറഞ്ഞിട്ടാണോ കടല് വരച്ചല്ലോ? കടല വരച്ചാനെ. അപ്പൊ മനസ്സില്ലാതെ മനസ്സിലാ പിന്നെ വെള്ളത്തിൽ വെള്ളം അല്ല എന്റെ അടുത്ത് കുറച്ചേരം പാട്ട് ബ്രോ കുറച്ചേരം പാടത്തെറ്റുന്ന ഇന്ന് ഇയാൾ കണ്ണു കാണാത്തായിരിക്കും. രാജാവ്. എന്തിന്? രാജാവിന്റെ ഭാര്യ. ഞാൻ ഭാര്യ. പറ. വീട്. രാജാവിന്റെ വീട്, കൊട്ടാരം. രാജാവിന്റെ വീട്. രാജാവിന്റെ ഭാര്യയുടെ വീട്. വീടാണോ? കൽപ്പണി. രാജാവിന്റെ വീട് ഉണ്ടാക്കണു. താജ്മഹലോ? താജ്മഹലാണ് വരയ്ക്കേണ്ടത്. താജ്മഹലാണ് വരയ്ക്കേണ്ടത്. മനസ്സിലായ? വരച്ചോ. താജ്മഹലിന്റെ രൂപ അറിയോ? അറിയാം. കുറച്ചുകൂടി താഴ്ത്ത്. പോട്ടെ. റായാണോ? അതെ, ഇവിടെ വരയ്ക്കണ. ഇതെന്തിട്ട്? ഇത് ബിൽഡിംഗ് ആണോ? അതിന്റെ താഴെ ഇതെന്തിട്ട്? ഇതാ അടിയത്തെ ഇതാണോ? അടിച്ച് മേലെ കൊണ്ട് വെക്കണം. മൊത്തം ആക്കണത് 2 മിനിറ്റോളോ? മതി. കറക്റ്റ് സ്ക്വയർ വേണ്ടിയുണ്ട്. യെസ്. അതന്നെ. കുറച്ചുകൂടി താഴ്ത്തിയേ. കുറച്ചുകൂടി പോയിന്റ് ആണോ? നീ കുത്തിയേ. അതിനെ കുറച്ച് താഴെ. കുറച്ച് ലെഫ്റ്റ് എടുത്തേ. കുറച്ചുകൂടി ലെഫ്റ്റ് എടുക്ക്. മതി. കറക്റ്റ് പോയിന്റ് അത്. വാതിലാണോ? വാതില്. താഴ്ത്ത്. ഓക്കെ. തൂണാണോ? വരച്ചോ. മൂലക്ക് അവിടെ മോളിക്ക് വരച്ചോ. പോയാ? വരച്ചോ. പകരായിട്ടുണ്ട്. കുറച്ച് മയോണൈസ് ഒക്കെ വന്നിട്ടുണ്ട്. ബാക്കിൽ മരൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ നിക്കണേ? സോസാ. എന്താണിത്? എന്താണ്? അതെന്താ തൊലിച്ചായിരുന്നല്ലോ വരയ്ക്കാനാ? ഞാൻ ഡീറ്റെയിൽ കാക്ക, സൂര്യൻ, പരുന്ത്. വായടിച്ചിട്ട് അങ്ങോട്ട് മാറി പൊക്കോ. മാർക്ക് ഇച്ചിരി വലിയ ഡോറ് തരിഞ്ഞ മാർക്ക്. ഇത് ഏതാ താജ്മഹൽ? ഏത് ഭാഗം? ഇതെന്തിനോ? അല്ല അത് മേലെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ബർത്ത്ഡേ കേക്കായി. ഇതെന്തായിരുന്നു? ഇത് പറഞ്ഞായിരുന്നോ? ശരി, ഞാൻ കറക്റ്റ് പോയിന്റ് പറഞ്ഞു. ശരി, എന്നാലും നീ എന്നിട്ട് വരച്ച വെച്ചാണ് ഒരു റെക്ടാംഗിൾ ആണ്. ഞാൻ ഉദ്ദേശിച്ച ശരിയായി. മരത്തിന്റെ കിണ്ടി ഞാൻ പറയാനുള്ള. ഡ്രം സ്റ്റിക്ക്. ഡ്രം സെറ്റ്. ഫുൾ ഡ്രം സെറ്റ്. ഇത് തുടക്കി. നല്ല പാട്ട്. കൊമ്പിന്റെ പ്ലേലിസ്റ്റ് കൊള്ളാം. ഇച്ചിരി മുട്ടിക്ക്. ഇച്ചിരി മേലോട്ട് വെച്ചേ. അവിടെ വെച്ചോ. അവിടെ ഇച്ചിരി പുറകോട്ട് വന്നേ. നേരത്തെ വരച്ചതിന് പുറകോട്ട് വന്നേ. പുറകോട്ട്. അവിടെ താഴോട്ട്. അങ്ങനെ വെച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വാ. അങ്ങനെ മേലോട്ട് പോയെ. മേലോട്ട്. മേലോട്ട് പൊക്കോ. പ്രേമിക്കാതെ താഴോട്ട് വാ. താഴോട്ട് അവിടെ വെച്ചില്ലേ ഇച്ചിരി ഒരു ചരിച്ച് ഒരു വി പോലെ താഴോട്ട് വരച്ചേ.
ഇത് ഡ്രം സ്റ്റിക്കിന്റെ സ്റ്റാൻഡ്. ആ മേലോട്ട് ഇനി ആ തിരിച്ച് മേലോട്ട്. എടാ മണ്ട താഴോട്ട് പോ. ആ അവിടുന്ന് ഇച്ചിരി വെന്ന വഴി ബി പോലെ. ആ കുഴപ്പമില്ല. ആ മേലോട്ട് അവിടെ ഇച്ചിരി റൈറ്റിലോട്ട് ഇച്ചിരി റൈറ്റ് ഇച്ചിരി പോട്ടെ. ആ അവിടെ ഒരു വട്ടം വരച്ചേ. ആ അത് ഇപ്പുറത്ത് ഇനി ഇച്ചിരി ലെഫ്റ്റിലോട്ട് പോയി അവിടെ കുത്ത് അവിടെ താഴോട്ടോ. അങ്ങനെ കുത്തിക്കൊണ്ട് വരയ്ക്ക്. ആ കുത്തിക്കൊണ്ട് താഴോട്ട് പോയിട്ട് ഇവിടുന്ന് റൈറ്റ് ആ അടിക്ക് ഇച്ചിരി ബാക്കോട്ട് പോയേ. ഇച്ചിരി മേലോട്ട് പോയേ. എടാ താഴോട്ട് ഇച്ചിരി തൂത്ത്. ആ മൊത്തം തൂത്ത്. സോ ഗൈസ് അപ്പോ നമ്മള് ഇത് ഡ്രം സ്റ്റിക്ക് പോലെ ഇരിക്കണ്ടല്ലോ ഇതിന്. കണ്ടോ ഇത് മറ്റേ ചില്ല് ഡ്രം സെറ്റ് പോലെ ഉണ്ട്. ഒത്തിരി നന്നായിട്ട് പറഞ്ഞത് പരപ്പിച്ചില്ല ബ്രോ. ക്രൂ എങ്ങനെയുണ്ട് ക്രൂ? അല്ല അങ്ങനല്ല, എന്തെങ്കിലും തരണം. ഡ്രം സെറ്റ് വരച്ചു. അതാ ബ്രോ അതുകൊണ്ട് മാറി പൊക്കോ. അതുകൊണ്ട് ആ ഇങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് അടുത്ത പിക്ചർ കാണിക്കല്ലേ? അതിപ്പോ ആരാന് കണ്ടിട്ടുണ്ട്? എന്തെങ്കിലും തരുമോ പറ്റുമോ? കണ്ണു കാണാതെ ഇത്രയും വരച്ചില്ല. 4 പൊട്ടിയിട്ട് വരും അടുത്തുനിന്ന്. ഈ റൗണ്ടിലെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെയാണ് പിക്ചർ കാണിച്ചത്. ഇപ്പൊ മിണ്ടാതിരിക്കുന്ന ആളാണ് പിക്ചർ കാണിക്കുന്നത്. ആ മിണ്ടാതിരിക്കുന്ന ആള് ഷേപ്പ് കാണിച്ചു കൊടുക്കും. അയാൾ ഇപ്പൊ ഞാൻ ബ്രോ കേൾക്കാൻ പറ്റത്തില്ല. ബ്രോനെ ഞാൻ കാണിച്ചിരും. ആ സാധനം ബ്രോ ആണെങ്കിൽ ഇയാളോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇദ്ദേഹത്തെ അതുപോലെ പറഞ്ഞു തരത്തില്ല. ഇല്ല എന്താന്നുള്ളത് പറഞ്ഞു തരത്തില്ല. അപ്പൊ ഒറ്റ ടൈമിൽ ഒറ്റ പറയത്തുള്ളൂ. ഒറ്റ ടൈമില് ഒരു ലൈൻ മാത്രമേ കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. തിരി ഒരു വര താഴേക്കാണോ? സൈഡിലോട്ട്. താഴോട്ട് അവിടുന്ന് താഴോട്ട്. ഇച്ചിരി തൂത്ത് വിരല് വെച്ചേ. അങ്ങനെ പോട്ടെ. ഇച്ചിരി പോട്ടെ. മതി. ഇച്ചിരി ലെഫ്റ്റ് ഇച്ചിരി റൈറ്റ് പോയി. റൈറ്റ് ഇച്ചിരി ലെഫ്റ്റ്. അവിടെ ഇച്ചിരി മേലോട്ട് വെച്ചേ. മേലോട്ട് ഇച്ചിരി താഴെ ഒത്തിരി താങ്ങല്ലേ. അവിടെ ശകലം ഫ്രണ്ടിലോട്ട് വരച്ചേ. ലെഫ്റ്റിലോട്ട് ശകലമേ. അവിടുന്ന് ഇച്ചിരി മേലോട്ട് പോയി. ശകലം ഒത്തിരി വരയ്ക്കല്ലേ. ഇച്ചിരിച്ചൂടെ. അവിടുന്ന് എല്ലാം പറഞ്ഞു തരാൻ. എന്നുവെച്ചാ ഇവിടുന്ന് ഇങ്ങനെ ഒരു കുനിപ്പ് വന്നിട്ട് ഇങ്ങനെ വന്നിട്ടൊരു കുനിപ്പ്. അതാ വരപ്പിക്കുന്നേ. ബ്രോ അവിടുന്ന് ഇച്ചിരി മേലോട്ട് വന്നേ. ലെഫ്റ്റ്. അവിടെ ചെറുതായിട്ട് മേലോട്ട് വന്നിട്ട് കുറച്ച് താത്ത്. എന്നിട്ട് റൈറ്റിലോട്ട് ശാലം വരച്ചേ. ഇനി എന്തൊരു സിഗരറ്റാ? വേറെ എന്തെങ്കിലും പറഞ്ഞോ? എന്തുവായിരുന്നു? ഇവിടെ മോനെ ഇത് ഇത്ര പറ്റിയത് കുരിപ്പിട്ടാ പോരെ. എന്റെ പൊന്നു ബ്രോ ഇങ്ങനെ ഇരിക്കുന്ന ഏത് കോൾഗേറ്റ്? കോൾഗേറ്റ് അല്ല ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞത്. നീ വായിക്കാത്ത ഇവിടെ വരുന്ന കാര്യം പറഞ്ഞു തന്നത്. അതല്ലേ മറച്ചു വെച്ചിരിക്കുന്നേ. ഞാൻ പറയാനുള്ള ബ്രോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ബ്രോ എനിക്കൊരു ഒന്നും പറയാറില്ല. നീ പറഞ്ഞ എങ്ങനെയാണ്? നിങ്ങൾ കമന്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. ത്രികോണം വരയ്ക്കും. വലിയ ത്രികോണം. എടോ നേരെ നില്ലടോ ഒന്ന്. വര അടിയിലൊരു വര. തിരിച്ച് എന്തിനാണ് പിടിക്കുന്നത്? ഓടിച്ച ഓ എടോ മണ്ട. ആ പേന തിരിച്ചടിക്കോ? ഞാൻ ഇയാളെ മിക്കാനും ഇടിച്ച മാട്ട കിട്ടി. ഞാൻ ഇയാളെ വരയുടെ നടുക്കുന്ന
ടിക്ക് വരയുടെ നടക്കുന്ന ടിക്ക് വളഞ്ഞ് മുകളിലേക്ക് വരയുടെ നടക്കുന്ന വളഞ്ഞ മുകളിലേക്ക് തെങ്ങ് വളഞ്ഞിരിക്കുന്ന പോലെ. ആ ബ്രോ വരയുടെ നടുക്ക് തൊട്ട് ലെഫ്റ്റ് കുറച്ച് താഴെ. ആ ഓക്കെ. അവിടുന്ന് റൈറ്റ് കുറച്ച് റൈറ്റ് സൈഡിൽ പോകുന്നത്. അവിടെ നേരെ റൈറ്റ് സൈഡിലേക്ക് ഒരു വളഞ്ഞ തെങ്ങ് നിൽക്കുന്ന പോലെ വരച്ചേ. ആ അവിടെ നേരെ തിരിച്ച് കോർണറിലേക്കല്ലേ വരണ്ടേ? കോർണറിലേക്കല്ല, ഈ കോർണർ വരെ വരണേ, അതിൻ്റെ തൊട്ടിപ്പുറ വരെ. അവിടെ നിന്ന് വരച്ച പോലെ തന്നെ തിരിച്ച് താഴേക്ക്. ഇവിടെ അവിടെ നിന്ന് നേരെ ഇച്ചിരി താഴേക്ക് വന്ന് താഴേക്ക്. അവിടെ അല്ല, റൈറ്റ്. കുത്തല്ലേ പൊക്കി പിടി റൈറ്റ് പൊക്കി പിടിക്കണോ? കുത്തല്ലെന്ന് പറഞ്ഞില്ലേ? കുത്തല്ലെന്ന് കുറച്ചാ പൊക്കി. എന്തിനു വരയ്ക്കണത്? ഒരു റൗണ്ട് ഷേപ്പില് താഴേക്ക് വന്നേ. റൗണ്ട് ഇല്ലേ? ആർച്ച് ഷേപ്പിൽ മുകളിലേക്ക് പോയേ. ആർച്ച് ഷേപ്പിൽ മറ്റേ താഴെ വന്ന് മുട്ടിയാണ് ഇവിടുന്ന് തന്നെ. അവിടെ നേരെ പോയിട്ട് റൈറ്റ് ആർച്ച് ഷേപ്പ്. ഇങ്ങനെ ആർച്ച് ഷേപ്പ് അറിയില്ലല്ലോ മണ്ട. ആർച്ചാ? ആ അത് തൂത്തല. അവിടുന്ന് ആ മുകളിലേക്ക് ആർച്ച് ഷേപ്പില്. ആർച്ച് എന്താണെന്നറിയോ? റൈറ്റ് ആർച്ച് മറ്റേതല്ലേ ആൾക്കാർ പിടിവെക്കാൻ ആർച്ച്. എടാ എനിക്ക് കണ്ണ് കാണത്തില്ല. എന്താണത്? ഈഫിൽ ടവറോ? വെരി മച്ച് ഡിസപ്പോയിന്റഡ്. അതെ എടാ ഞാൻ കണ്ണ് കാണാതെ അവിടെ ആർച്ച് എന്ന് പറഞ്ഞ പിന്നെ ഇയാൾ വേറെ എന്തിനാ വരച്ചു വെച്ചാൽ ആർച്ച് നേരാണോ പറയാ കൂടെ? ആർച്ച് നമ്മളവിടുത്തെ ആർച്ചൊക്കെ നേരെ വന്നിട്ട് ഒരു കോണോ. സോ ഗൈസ് അപ്പോൾ ലാസ്റ്റ് റൗണ്ട് ആണ്. ആൻഡ് ഇതിനകത്ത് ഇങ്ങനെ ജയിക്കുകയാണെങ്കിൽ ക്രൂ 3000 നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബ്രോ ഞാൻ വരയ്ക്കും ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ ആ ഓക്കെ. സോ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് പിക്ചർ കാണിച്ചോ. എടാ ഒരു ഓവൽ വരച്ച ഓവല് ലെഫ്റ്റിലോട്ട് അല്ല റൈറ്റിലോട്ട് ഒരു ഓവൽ വരച്ചേ. ഓവൽ അങ്ങനെയാണോടാ കൂട്ട? മാച്ചേ ഫുള്ള് മാച്ചേ. പിന്നെ സെയിം സാധനം ഉണ്ടല്ലോ സ്മൈലിയുടെ ഇതല്ല പറഞ്ഞേ മുട്ടയുടെ ഷേപ്പില്. അതല്ലേ പറഞ്ഞേ മുട്ട നേരെ നിൽക്ക ചെരിഞ്ഞ് താഴെ കിടക്ക. ചെരിഞ്ഞിട്ടുള്ള മുട്ടയാണ്. വരക്കി കുറച്ചുകൂടി മേലേക്ക് കൊണ്ടുപോട്ടെ. മേലേക്ക് പറ്റി. ഇനി സൈഡിലോട്ട് വരച്ചോ. മുകളിലോട്ട് മുട്ടിക്ക്. അവിടുന്ന് ഒരു താഴേക്ക് ഒരു വരച്ച് കുറച്ചുകൂടി താഴേക്ക് വരച്ച്. മതി ഇനി കുറച്ചുകൂടി റൈറ്റിലോട്ട് വന്ന് കുത്തെടുക്ക് കുറച്ച് റൈറ്റിലോട്ട് വാ. മേലേക്ക് വാ. ലെഫ്റ്റിലോട്ട് വാ. കുറച്ചുകൂടി റൈറ്റ് കുത്ത് താഴേക്ക് വരച്ച്. കുറച്ചുകൂടി താഴേക്ക് വരച്ച്. മതി. ഇനി അത് ജോയിൻ ചെയ്യണം. ലെഫ്റ്റിലോട്ട് പതുക്കെ വരച്ചോണ്ട് പോയി കുറച്ച് മേലേക്ക് കയറ്റി കുറച്ച് ബാഗോട്ട് കയറ്റി. ലെഫ്റ്റ് വാ. ലെഫ്റ്റ് വാ. കുറച്ചുകൂടി ലെഫ്റ്റ് വാ. സ്ട്രേറ്റ് ലൈൻ ആണ്. ലെഫ്റ്റ് വാ. കുറച്ച് റൈറ്റ് താഴേക്ക് വാ. ലെഫ്റ്റ്. മതി. ഓക്കെ വരയ്ക്കണം കേട്ടാ. കുത്തരുത്. മേലെ കൊണ്ടുപോവാ. കൊണ്ടുപോവാ. ലെഫ്റ്റിലോട്ട് വാ. താഴേക്ക് വാ. ലെഫ്റ്റിലോട്ട് വാ. താഴേക്ക് വാ. കുറച്ച് റൈറ്റിലോട്ട്. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞോടത്ത് കുത്തിട്ടാ. ചെല്ല് കുത്തരുത്. ഞാൻ പറയുമ്പോൾ കുത്തിക്കോളാം. മുകളിലോട്ട് ലെഫ്റ്റിലോട്ട് മുകളിലോട്ട് റൈറ്റ് കുത്ത്. വരച്ചങ്ങനെ വരച്ചോട് പോവാ. ഇനി കുറച്ചുകൂടി മേലെ. മതി. കഴിഞ്ഞാ ചായക്കപ്പാണോ? ശിവനു സത്യം വരച്ചപ്പോ ഞാനാ
ബ്രോ കറക്റ്റ് പറയുന്ന പോലെ ഞാൻ കൈ കൊണ്ടുപോയി പറിച്ചില്ലേ? അപ്പൊ ആളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? ഞാൻ മിണ്ടാൻ നിൽക്കില്ല, ഞാൻ പറഞ്ഞെന്നുണ്ടല്ലോ പറഞ്ഞേ. അങ്ങനെ അതാണെങ്കിൽ എന്റെ പൊന്നെ അപ്പൊ എന്നിട്ട് ഗിഫ്റ്റ് ഉണ്ടോ? ഒരു റൗണ്ട് ജയിച്ചിട്ട് 1000 ഉണ്ടാവല്ലോ. 1000 3000 3000 എനിക്ക് വരയ്ക്കാൻ അയ്യോ വരയ്ക്കുന്നോളന്ന് പറഞ്ഞേ. ആ ഗൈസ് അത് എന്റെ ജിപേ തരും തരും. ലാസ്റ്റ് റൗണ്ട് ഞാൻ പറിച്ചോണ്ട് അത് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് 1000 കിട്ടിയടേ. ബ്രോ ബ്രോക്ക് 1000 കിട്ടും, എനിക്ക് 1000 കിട്ടും, ബ്രോക്ക് 1000 കിട്ടും. 1000 എനിക്ക് 10 ചെയ്യാൻ പറ്റില്ല. ഞാൻ പറിച്ചത് നന്നായിട്ട്. 1000 രൂപയ്ക്ക് എന്റെ ഫുള്ള് ചെലവ്, എന്റെ 1000 രൂപയ്ക്കല്ല ചെലവ്. ഫുഡ് കഴിക്കാം. അപ്പൊ ചലഞ്ച് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? സൂപ്പർ ചലഞ്ച്, കിട്ടില്ല ചലഞ്ച്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്, ലവ് യു, ടാറ്റാ.